ഹലോ. ഓ ജിങ്ക് ജിങ്ക് ജിങ്ക ജിങ്ക് 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 ജിങ്ക. ഹലോ. അപ്പം നമ്മുടെ രാവിലത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുറച്ചധികം സമയം കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. കാരണം ഇന്ന് എനിക്ക് ജോലിക്ക് പോകണ്ട. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പുളിച്ച് പൊങ്ങുമെന്നോ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് മിക്കവാറും ഫ്ലോപ്പ് ആവാനാണ്. അതായത് കറക്റ്റായിട്ട് നമ്മൾ ഈ അരിയൊക്കെ ഇട്ടാലേ കറക്റ്റ് പുളിച്ച് പൊങ്ങത്തുള്ളൂ. പക്ഷെ ഇന്ന് എന്തായാലും കുഴപ്പമില്ലായിരുന്നു, പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പാറിനുള്ള പച്ചക്കറി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. കുറേ പച്ചക്കറി ഇതുപോലെ എടുക്കാതിരുന്ന് ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കിടന്നങ്ങ് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഞാനുള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയപ്പോൾ നമ്മുടെ തക്കാളി ഒരെണ്ണം എടുത്ത് അതും കട്ട് ചെയ്ത്. ഇന്ന് തക്കാളി അരിഞ്ഞിരുന്നത് നമ്മുടെ അൻഷേട്ടനാണ് കേട്ടോ. അതാണ് ഇത്ര ആധികാരികമായിട്ടൊക്കെ അരിയുന്നത്. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്കെല്ലാം എളുപ്പപ്പണിയാണല്ലോ. ഭർത്താക്കന്മാരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ആധികാരികമായിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് വന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാട്ടോ. എനിക്ക് ഒരാളുണ്ട്, അടുക്കളയിൽ കയറുമെന്ന് പറയുമ്പോഴേ എനിക്ക് നെഞ്ചുവേദന എടുക്കും. 1 മാസത്തേക്കുള്ള സാധനം അനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആദ്യമോ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് രാവിലെ വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കി തരാം, നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. രാവിലെ ഈ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൻ കഴിക്കും. പക്ഷെ അൻഷേട്ടൻ വഴക്ക് പറയും. കാരണം രാവിലെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും വെറും വയറ്റിൽ കൊടുക്കുന്നത് വലിയ നല്ലതൊന്നും അല്ല കേട്ടോ. ഫിനിഷ്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ സാമ്പാർ ഞാൻ അപ്പുറത്തെ തട്ടിലോട്ട് മാറ്റി വെച്ചേക്കും. അത് അവിടെ നിന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റെഡിയായി കേട്ടോ. ഇങ്ങനെ തളിക്കണം, അല്ലെങ്കിൽ പൈപ്പ് തുറന്നു വിട്ടിട്ട് അതിലോട്ട് പിടിച്ചാലും മതി. ഞാനത് ചെയ്യാതെ ഞാൻ ഇളക്കിയെടുത്തപ്പോഴത്തേക്ക് ഒരുമാതിരി ഇങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിക്കുന്നത് പോലായി. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് എല്ലാം ഇതുപോലെ ഇഡ്ഡലിയെല്ലാം എടുത്തത് കേട്ടോ. പണ്ടുള്ളവർ ഈ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത്, പണ്ടല്ല ഇപ്പോഴും ചെയ്യും, പക്ഷെ ഞാൻ ഇട്ടില്ല. എൻ്റെ അടുത്ത് അനുസരിച്ച് എന്നെ വഴക്ക് പറഞ്ഞു, എന്താ ഇടാതെ, കറിവേപ്പില, ഇഞ്ചി ഞാൻ ഇട്ടില്ല. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി. സാമ്പാർ കണ്ടോ, നമ്മൾ തുമരപ്പരിപ്പ് ഇട്ടില്ലെങ്കിൽ നല്ല കുറുകി നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഇഡലിയും സാമ്പാറും റെഡിയായി. പിന്നെ ഇവിടെ ആരും ചായ അധികം കുടിക്കാറില്ല, പ്രത്യേകിച്ച് അൻഷേട്ടൻ അങ്ങനെ ചായ കുടിക്കാറേ ഇല്ല. അതുകൊണ്ട് നമ്മൾ കട്ടനാണ് ഇട്ടത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഞാൻ അവന് വാരി കൊടുക്കുക കേട്ടോ, കാരണം അവൻ വിശന്നൊരു വഴിയായി. അങ്ങനെ കട്ടനും രാവിലത്തെ ഇഡ്ഡലിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കലത്തെ പരിപാടികൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.